അപ്പൊ ഈ ഇങ്ങനെയുള്ള തട്ടിപ്പുകാരെ ധീരമായി നേരിട്ട നമ്മുടെ താരമാണ് മാല പാർവതി. അപ്പോൾ മാല ഇവിടെ കണ്ടത് വളരെ സന്തോഷം. പാർവതി, ഇത് നമ്മളിത് ചെയ്യുന്നത് പ്രധാനമായിട്ടും നമ്മുടെ ആളുകൾ, എസ്പെഷ്യലി വിദ്യാഭ്യാസം ഉള്ളവരെയാണ് ഇവർ ഏറ്റവും കൂടുതൽ തട്ടിപ്പിന് വിധേയം. അല്ല സാധാരണ മനുഷ്യരൊന്നുമില്ല. അവരുടെ അക്കൗണ്ടിൽ പൈസ ഇല്ലാത്തതുകൊണ്ടാണോ എന്ന് അറിയില്ല. എന്തായാലും ഏറ്റവും പ്രൊഫഷണലുകൾ, ഈവൻ ബാങ്ക് ഉദ്യോഗസ്ഥന്മാരെ വരെ തട്ടിച്ചിട്ടുണ്ട്. സാർ, ഇത് ആരെങ്കിലും ഒരാൾ ഇതിന്റെ തട്ടിപ്പിൽ വിധേയമായി എന്ന് പറഞ്ഞാൽ ഞാൻ അവരെ ഇയാൾ എന്തൊരു വിഡ്ഢിയാന്ന് പറയേയില്ല. ഇത് നമ്മളത് അനുഭവിച്ചാലേ അത് മനസ്സിലാവും. അതല്ല പാർവതി, അവരെന്തറിയാം, നമ്മള് വിശ്വാസയുക്തിയില്ല. നമ്മൾ ഒരാളെ വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ ലോജിക്കൊന്നും അതിൽ വർക്ക് ചെയ്യും. നമ്മൾ പത്രം വായിക്കുന്നവരാണ്, നമുക്ക് ഡിജിറ്റൽ അറസ്റ്റ് അറിയാം. ഇപ്പൊ സാറ് പറഞ്ഞല്ലോ അക്കൗണ്ട് വാങ്ങിയെന്ന്. ഇപ്പൊ എന്റെ അടുത്ത് പറയുന്നത് എന്റെ ആധാർ കാർഡ് ആരോ ഇതുപോലെയുള്ള ആക്ടിവിറ്റിക്ക് വിറ്റിട്ടുണ്ട്. എത്ര കാലം പാർവതി? 2024 ഒക്ടോബർ 13. ഞാൻ വീരധീര ശൂരൻ എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ്, രാത്രിയാണ് ഷൂട്ടിംഗ്. ഒരു 10:30 ആയപ്പോ എനിക്ക് DHL നിന്നാണ് കോൾ വരുന്നത്. DHL നിന്ന് കോൾ വരുന്നത്, നിങ്ങൾ അയച്ച ഒരു കൊറിയർ അവിടെ ഡീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ആധാർ കാർഡ് എന്നോട് പറഞ്ഞു, എന്റെ ആധാർ കാർഡ് നമ്പർ അവസാനത്തെ നമ്പർ ഇത്രയും അല്ലേ? അതെ. അപ്പോൾ അതവിടെ ഡീറ്റെയിൽഡ് ആണ്. ബോംബെയിലെ ഇന്നടുത്ത് ഇരിപ്പുണ്ട്. അപ്പം നിങ്ങളത് വാങ്ങിച്ചോണ്ട് പോകണം. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ അയച്ചിട്ടില്ല. അല്ല, തൈവാനിലേക്കാണ്, തൈവാനിലെ അഡ്രസ്സ് ഇതാണ്, ഇന്ന അഡ്രസ്സിലേക്കാണ് അയച്ചേക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു അയച്ചിട്ടില്ല. അപ്പം നിങ്ങളുടെ ബന്ധുക്കൾ ആരെങ്കിലും അയച്ചു കാണും. ഞാൻ പറഞ്ഞു എനിക്ക് അവിടെ ആരുമില്ല അയക്കാനായിട്ട്. ഓ അങ്ങനെയാണോ? അപ്പം അതിൽ വളരെ കമ്പാഷനറ്റ് ആയിട്ട് ഒന്നും കൂടെ ആലോചിച്ച് നോക്കും. മാഡം ആരുടെങ്കിലും ചോദിച്ചു നോക്കൂ, മകനോട് ഹിന്ദി. അപ്പൊ ഞാൻ പറഞ്ഞില്ല, അങ്ങനെയൊന്നും എന്റെ പേരിൽ വരാൻ ഒരു വഴിയില്ല, ആരും ഇല്ല മുംബൈയിൽ. അപ്പോൾ അവർ പറഞ്ഞു ഭയങ്കര സ്കാം ഒരുപാട് എടുത്ത് ഇങ്ങനെ നടക്കുന്നുണ്ട് മാഡം. അപ്പം ഞങ്ങളിത് ബോംബെ പിന്നെ പോലീസുമായിട്ട് ഒക്കെ ടൈപ്പ് ഉണ്ട്, CBI വരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കേസാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് റിപ്പോർട്ട് ചെയ്തിട്ടേരെ, ഭാവിയിൽ നിങ്ങൾക്ക് പ്രശ്നം വരില്ല. അപ്പം ഞാൻ പറഞ്ഞു ശരി, എനിക്ക് താല്പര്യമുണ്ട്. അപ്പോൾ അവർ ഒരു 6 എന്തോ ഒരു നമ്പറിൽ കണക്ട് ചെയ്യാൻ പറഞ്ഞു. ഞാൻ അതിൽ കുത്തിയപ്പോഴത്തേക്ക് ഒരാൾ ഫോൺ എടുത്തിട്ട് പറഞ്ഞു റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു. റിപ്പോർട്ട് ചെയ്തിട്ട് ശരി അപ്പോൾ തിരിച്ചു വിളിക്കും എന്ന് പറഞ്ഞു. ഞാൻ ഫോൺ വെച്ചിട്ട് ഞാൻ വീണ്ടും എൻ്റെ കാര്യങ്ങളിലേക്ക് പോയി. അതിനിടയ്ക്ക് ഞാൻ വീട്ടിൽ വിളിച്ചിട്ട് ഇങ്ങനെ ആരെങ്കിലും കൊറിയർ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ആരുമില്ല. അപ്പോൾ ശരി, ആരും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഉറപ്പായി എന്തായാലും ഇല്ലല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോൾ വാട്സപ്പിൽ കോൾ വന്നു. കാണാനൊന്നും പറ്റത്തില്ല. വാട്സപ്പിൽ മുംബൈ പോലീസ് എന്ന് പറഞ്ഞ് പോലീസ് മാഡം ഇങ്ങനെ ഒരു കംപ്ലൈന്റ്, മുംബൈ പോലീസ് കംപ്ലൈന്റ് വന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അത് ഇങ്ങനെ എൻ്റെ പേരിൽ അയച്ചേക്കുന്നു. പറഞ്ഞു മാഡം ഇതൊരു വലിയ നെറ്റ്വർക്കാണ് ഇപ്പോൾ. അപ്പം നിങ്ങളുടെ ആധാർ കാർഡ് നിങ്ങൾ ലാസ്റ്റ് എവിടെയാണ് ട്രാൻസാക്ട് ചെയ്തത്? അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഷൂട്ടിങ്ങിന് പോകുന്ന എല്ലാ ഹോട്ടലുകളിലും ഞാൻ ഈ ആധാർ കാർഡാണ് കൊടുക്കുക. അപ്പൊ നിങ്ങൾ കവർ ചെയ്താണോ കൊടുക്കുന്നത്? ഞാൻ പറഞ്ഞല്ല. അപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. അപ്പൊ ഈ ആധാർ കാർഡ് ഉപയോഗിച്ച് നിങ്ങളുടെ ഒരു തൈവാൻ ട്രാൻസാക്ഷൻ നടന്നല്ലോ, ഇത് ഏതെല്ലാം തരത്തിൽ നമ്മൾ നിങ്ങളുടെ ആധാർ കാർഡ് എവിടെയൊക്കെ യൂസ് ചെയ്തെന്ന് അന്വേഷിച്ചിട്ട് വിളിക്കാം. കട്ട് ചെയ്തു ഫോൺ. വീണ്ടും വിളിക്കുന്നു. പോലീസ് ഓഫീസറാണോ? പോലീസ് ഓഫീസറാ. എന്താണ് പറയുന്നത്? പിന്നെയും വിളിക്കുന്നു. പിന്നെയും വിളിച്ചിട്ട് പറഞ്ഞു മാഡം നിങ്ങളുടെ വലിയ കുഴപ്പത്തിലാണ്. നിങ്ങൾക്ക് 12 അക്കൗണ്ട് ഇന്ത്യയിലുണ്ട്. അത്രയും എടുത്ത് മണി ലോണ്ടറിങ്, ആംസ് ഡീല്, ആയുധ കച്ചവടം, ഇതിലെല്ലാം പൈസ ഇതിൽ നിന്നും പോയിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപയാണ് ട്രാൻസാക്ട് ചെയ്തിട്ടുള്ളത്. ഉത്തർപ്രദേശിൽ, ജമ്മു കാശ്മീരിൽ മറ്റത് മറിച്ചത് തേങ്ങ അങ്ങനെ. അപ്പൊ ഇവർ ആധാർ കാർഡ് വെച്ച് എടുക്കാമല്ലോ. ആധാർ കാർഡ്, നമ്മുടെ ആധാർ കാർഡ് വെച്ച് അക്കൗണ്ട് തുടങ്ങി എന്ന് പറഞ്ഞാൽ അത് അപ്പൊ ഞാൻ ആധാർ കാർഡ് മാത്രം വെച്ച് തുടങ്ങാൻ പറ്റുമോ? എന്റെ സൈൻ ഇല്ലാതെ തുടങ്ങാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിക്കും. അപ്പോൾ അവർ പറഞ്ഞു സൈൻ ഇടാനാണോ പ്രയാസം? മാഡം എന്തെങ്കിലുമൊക്കെ പറയുന്നത്. അപ്പം ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ ഇങ്ങനെ ഗൂഗിൾ ചെയ്യുന്നുണ്ട്. ഈ പറയുമ്പോൾ തന്നെ ഞാൻ ഈ ഗൂഗിൾ ചെയ്യുന്നുണ്ട്, ക്യാൻ എ പേഴ്സൺ സ്റ്റാർട്ട് എൻ അക്കൗണ്ട് വിത്ത് എൻ ആധാർ കാർഡ്? യെസ്. അപ്പം ഞാൻ അയാളോട് ചോദിച്ചു നിങ്ങൾ മുംബൈ പോലീസാണെന്ന് എനിക്ക് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റുന്നത്? അപ്പം അയാൾ പറഞ്ഞു ഞാൻ എൻ്റെ ID കാർഡ് അയച്ചു തരാം എന്ന് പറഞ്ഞു. ID അയച്ചു തന്നു. അയാള് ഉണ്ട്. അപ്പൊ എനിക്ക് ഈ ID കാർഡ് കണ്ടപ്പോ എന്തോ ഒരു വശപ്പശക്, എന്തൊക്കെയോ അതിനകത്തില്ല എന്ന് എനിക്ക് തോന്നി. അപ്പൊ ഈ പ്രകാശ് കുമാർ ഗുണ്ടു, അപ്പൊ പ്രകാശ് കുമാർ ഗുണ്ടു എന്ന് പറഞ്ഞ് ഞാൻ ഗൂഗിൾ ഗുണ്ടു. അപ്പൊ ഗുണ്ടു എന്നെ ഇങ്ങനെ ഇയാള് പറയാണ് നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് നിങ്ങളുടെ ആധാർ കാർഡ് കൊടുത്തത് നിങ്ങളുടെ ഫാമിലിയിലുള്ളതോ അല്ലെങ്കിൽ നിങ്ങളുടെ മാനേജറോ നിങ്ങൾക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ആരോ ആയിരിക്കും. അപ്പൊ നിങ്ങൾ വെളിയിലിറങ്ങി ഈ പൈസയുടെ ഈ നെറ്റ്വർക്കിംഗ്, ആംസ് ഡീലിനെല്ലാം ഉപയോഗിക്കുന്ന കാര്യം ഞാൻ പുറത്തു പറഞ്ഞാൽ ഈ നെറ്റ്വർക്ക് ഇതറിയും. മനസ്സിലാവുന്നുണ്ടോ? നെറ്റ്വർക്ക് ഇത് അറിയും. കാരണം ഇത് CBI അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കേസാണ്. അപ്പൊ നിങ്ങൾ ഇത് അറിഞ്ഞാൽ അവര് ഇത് പുറത്തു വരാതിരിക്കാൻ നിങ്ങളെ കൊല്ലും. അപ്പൊ നിങ്ങളുടെ പ്രൊട്ടക്ഷന് വേണ്ടി നിങ്ങൾ ഈ ഫോൺ ലൈവായിട്ട് വെക്കണം. കാരണം നിങ്ങൾ ഇത് ആരോടും പറയരുതെന്ന് ഞങ്ങൾക്ക് അറിയണം. അപ്പൊ ഞാൻ ആരോടും പറയാൻ പോകുന്നില്ല. ഞാനിവിടെ റൂമിൽ കിടന്ന് ഉറങ്ങുന്ന ഒരു സ്ത്രീയാണ്, എനിക്ക് വൈകുന്നേരം ഷൂട്ടിന് പോകണം. അപ്പൊ നിങ്ങൾ ബോംബെ വരുമോ? ഞാൻ പറഞ്ഞു ബോംബെ വരാൻ പറ്റില്ല, വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് വരാൻ പറ്റത്തില്ല.
അപ്പൊ അവര് ഞങ്ങൾ അങ്ങോട്ട് വരാം, പക്ഷെ നിങ്ങൾ സേഫ് ആയിട്ടിരിക്കണം, നിങ്ങൾ ഇത് ദയവ് ചെയ്ത് വെളിയിൽ പറയരുത്, കാരണം ഞങ്ങളുടെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യത്തിൽ ഒരു വലിയ താല്പര്യം ഭയങ്കര ആംസ് ഡീല് ഒക്കെ നടന്നിട്ടുള്ളതാണ് നിങ്ങളുടെ അക്കൗണ്ടിൽ. അപ്പൊ ഇത് പുറത്ത് പറഞ്ഞാൽ നിങ്ങളുടെ ആൾക്കാരാണല്ലോ വിറ്റേക്കുന്നേ, ഞാനാണ് നിങ്ങൾക്ക് അറിയോ, അപ്പൊ നിങ്ങൾ അതുകൊണ്ട് പ്രൊട്ടക്ഷന് വേണ്ടി ഞങ്ങളുടെ കൂടെ നിൽക്കണം, ഇതാണ് അവർ പറയുന്നത്. അപ്പൊ ഞാൻ ശരി പ്രൊട്ടക്ഷന് വേണ്ടി നിൽക്കാം, കുഴപ്പമൊന്നുമില്ല എന്ന് ഞാൻ. അപ്പൊ നിങ്ങൾ അപ്പൊ ഞാൻ എനിക്ക് കഴിക്കാനായിട്ട് വന്ന് മാനേജർ താഴെ വന്ന് എനിക്ക് ഭക്ഷണം കഴിക്കാൻ പോകണം, പൊയ്ക്കോളൂ, നിങ്ങൾ ഫോൺ ഓഫ് ആക്കരുത്. അപ്പൊ ഞാൻ ശരി ഞാൻ ഫോൺ ഓഫ് ആക്കാതെ കഴിക്കാൻ പോയിട്ട് തിരിച്ചു വന്നു. ഞാൻ ആലോചിച്ചു സാർ, ഞാൻ ഈ ഫോൺ ഓഫ് ആക്കാതെ പോയി കഴിക്കാൻ. അപ്പൊ എന്നോട് പുള്ളിക്കാരൻ അപ്പൊ പുള്ളി എന്നോട് അപ്പൊ മാനേജർ ഉണ്ട്, മാഡം എന്ത് വല്ലാതിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞ ലാല ഒരു കാര്യം ചെയ്യും, 2 ദിവസത്തേക്ക് വീട്ടിൽ പോയിക്കോ. എന്തിന് ഞാൻ പോകണം? ഞാൻ പറഞ്ഞല്ല എനിക്ക് ചിലപ്പോൾ ബോംബെ പോകേണ്ടി വരും. അപ്പൊ എന്തിനാ ഞാൻ പറഞ്ഞു അവിടെ നിന്ന് പറയണം ഷൂട്ടിന് എനിക്ക്. അപ്പൊ ഞാനിങ്ങനെ കുറച്ച് അപ്സെറ്റ് ആവുക, കാരണം ഇത് ആരെ എന്താ ചെയ്തത്. അപ്പൊ ഞാൻ തിരിച്ചു വന്നപ്പോ ഞാൻ ചോദിച്ചു എനിക്ക് ഈ അപ്പൊ ലാല ഒരു വല്ല തട്ടിപ്പുമായിരിക്കും മാഡം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എൻ്റെ അടുത്ത്. ഞാൻ പേപ്പറിൽ എഴുതി കൊടുക്കുന്നത് എഴുതി കുറച്ച് പ്രശ്നത്തിലാണെന്നൊക്കെ. അപ്പൊ തട്ടിപ്പാന്ന് ലാല് പറയുന്നുണ്ട് തിരിച്ചു. അപ്പൊ ഞാൻ തിരിച്ചു വന്നിട്ട് ഞാൻ പ്രകാശ് കുമാർ ഗുണ്ടു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ അയാൾ പറഞ്ഞു ഒരു നിമിഷം ഞാൻ സീനിയർ ഓഫീസറിനെ കൊടുക്കാം. അപ്പൊ നരേഷ് ഗുപ്ത ബാനർജി. അപ്പൊ ഗുപ്തയും ബാനർജിയോ, ഗുപ്ത ബാനർജി എന്ന് പേര് വരുമോ? അപ്പൊ ഞാൻ ഇത് പെട്ടെന്ന് ഗൂഗിൾ ചെയ്തപ്പോഴത്തേക്ക് ഗീതിക എന്ന് പറഞ്ഞ ഒരു കുട്ടിയുടെ ട്വീറ്റ് കിട്ടി. സെയിം തൈവാൻ കഥ അങ്ങനെ ട്വീറ്റ് ചെയ്തിരിക്കുന്നു. അപ്പൊ മനസ്സിലായി കാര്യം. ഞാൻ അതിൽ നിന്ന് പെട്ടെന്ന് പുറത്തു വന്നു. അപ്പോഴത്തേക്ക് ഇവരെന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളപ്പോ ഞാൻ കുറച്ചു നേരം കൂടെ ഒരു എന്താണെന്നുള്ള ഒരു കാര്യത്തിൽ ക്യൂരിയസ് ആയി. അപ്പൊ അവര് ചോദിക്കുന്നത് നിങ്ങളുടെ ഒറിജിനൽ സാർ ഇത് ഭയങ്കര ലോജിക്കലാണ്, 12 എണ്ണം ഇത്രയും ബാങ്ക് അക്കൗണ്ട്, നിങ്ങളുടെ ഒറിജിനൽ അക്കൗണ്ട് ഏതൊക്കെയാ? അപ്പൊ എനിക്ക് 2 അക്കൗണ്ട് ഉണ്ട്, അത് ഏത് ബാങ്കിലാ, അതിൽ എത്ര രൂപ ഉണ്ട്, എന്നാലേ എനിക്കിതില് മനസ്സിലായോ? അങ്ങനെ ഇത് ശരിക്കും പറയാം. എന്നിട്ട് ഇല്ലീഗലായിട്ടാണ് ഇവര് പൈസ ചോദിക്കുന്നത്. എന്നുവെച്ചാൽ ഇത്ര പൈസ തന്നാൽ നമ്മളിത് ഒതുക്കി തരാം എന്നുള്ള നിലയില്. ചർച്ച പോയോ? എന്നോട് പൈസയുടെ എമൗണ്ട് ഒന്നും പറഞ്ഞില്ല, നമുക്കിത് ശരിയാക്കാൻ പറ്റും, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം എന്നൊക്കെയുള്ള സംഭാഷണം വന്നു. അപ്പോഴത്തേക്കും പക്ഷെ എനിക്കിത് പിടികിട്ടി, കാരണം നമ്മൾ ഇത് വായിച്ചല്ലോ. അപ്പൊ എന്താ പാർവതി ചെയ്ത്? കാര്യം ഇതുപോലെ വല്ല ഈ കേസുകൾ വരുമ്പോ ഞാൻ ഞങ്ങളുടെ HR-ന്റെ ഒരു കക്ഷിയുണ്ട്, എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ, പുള്ളി വിളിച്ച് എന്നിട്ട് ഞാൻ പുള്ളി എടുത്ത് ഫോൺ കൊടുത്തു. പുള്ളി ഹിന്ദിയിൽ ബ്ലാ 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 10 ചീത്തയൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഒരു ഫോൺ കട്ട് ചെയ്ത് പോയി. അത് കഴിഞ്ഞ് ഞാൻ മധുരയിൽ വിളിച്ചു. അവിടെ എന്ന് വെച്ചാൽ അവരുടെ ഏരിയയിലായതുകൊണ്ട് പോലീസിന് അവിടെ റിപ്പോർട്ട് ചെയ്യണം. അപ്പൊ അവര് പറഞ്ഞു റിപ്പോർട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല. എന്നിട്ട് ഞാൻ ശ്രീജിത്ത് IPS സാറിനെ അദ്ദേഹത്തിനെ വിളിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു പറഞ്ഞത് റിപ്പോർട്ട് ചെയ്തോ, പക്ഷെ അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല, ഏതായാലും പൈസയൊന്നും പോയില്ലല്ലോ, പൈസ പോയവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ എന്ത് പറഞ്ഞാൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാം, നിങ്ങൾക്ക് ഒന്നും സംഭവിച്ചില്ലല്ലോ. പക്ഷെ ഞാൻ വിചാരിച്ചു അങ്ങനെ ശരിയല്ലല്ലോ. അതുകൊണ്ട് ഞാൻ പിറ്റേ ദിവസം ഞാൻ ബ്രേക്ക് എടുത്ത് ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് ചാനലുകാരോട് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം നടന്നു. വെച്ചാൽ എനിക്ക് അത്രയും കൺവിൻസിംഗ് ആയിട്ട് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന പോലെയാണ് ഇവർ സംസാരിക്കുന്നത്. അതിലെ പാർവതിയുടെ ജീവിതത്തിൽ ആംസ് ഡീലിലൊക്കെ ബന്ധപ്പെട്ടെന്ന് വെച്ചാലേ ചെറിയ കാര്യമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.